കണ്ണൂർ പേരാവൂരിൽ 1 കോടി രൂപ സമ്മാനം ലഭിച്ച സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തു. പേരാവൂർ സ്വദേശി സാദിഖിന് സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് തട്ടിയെടുത്തത്. ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ആണ് വാങ്ങാനെത്തിയവർ തട്ടിയെടുത്തത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഈ ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കാൻ ശ്രമിച്ചു, അതിനിടെ അത് വാങ്ങാനെത്തിയവർ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നതാണോ? അങ്ങനെയാണ് അനുജ. അതായത് ഈ 30 സ്വദേശിയായി സാദിഖിന് അടിച്ചത്. അതിനുശേഷം ഈ ടിക്കറ്റ് ഇയാൾക്കാണ് ഈ സമ്മാനം അടിച്ചത് എന്നുള്ളത് ആ നാട്ടിൽ മുഴുവൻ പരക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇയാളുടെ ഒരു സുഹൃത്ത് ഈ സാദിഖിനെ സമീപിച്ച് പറഞ്ഞു, ഇത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടാക്സ് എല്ലാം പോയി കഴിഞ്ഞാൽ 60% തുക മാത്രമേ കിട്ടുകയുള്ളൂ. ഏതാണ്ട് 58 ലക്ഷം രൂപ മാത്രമേ കയ്യിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് പുറത്ത് ബ്ലാക്കിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പണം കൊടുക്കാമെന്ന് ഈ സാദിഖിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടിക്കറ്റ് ഈ സംഘം എത്തുന്നതുവരെ കൈവശം വച്ചിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നലെ അവിടെ ഈ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത്, പേരാവൂരിലെ മണത്തണ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിന് സമീപം ഈ കരിഞ്ചന്ത സംഘം ഒരു കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം ഈ സിദ്ദിഖ് ഈ ടിക്കറ്റ്, സമ്മാനം അടിച്ച ടിക്കറ്റ് സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തു. ഈ സുഹൃത്ത് ഈ കരിഞ്ചന്ത സംഘത്തിന് കൈമാറാനായി കാറിനകത്തേക്ക് കയറിയപ്പോഴാണ് ഇവർ ഈ ടിക്കറ്റ് കൈക്കലാക്കിയ ശേഷം ഈ സുഹൃത്തിനെ മർദ്ദിച്ച് അവർ കടന്നു കളഞ്ഞത്. അങ്ങനെയാണ് ഈ സംഭവം. അതിനുശേഷം ഈ സാദിഖ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ പിടികൂടിയിട്ടുള്ളത്. ചക്കാട് സ്വദേശിയായിട്ടുള്ള ഷുഹൈബിനെയാണ് പിടികൂടിയത്. ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പേരാവൂരിലാണ് 1 കോടി രൂപ സമ്മാനം ലഭിച്ച സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.